ആമിന, മുല്ലപ്പൂ മണികൾ ഒരുക്കോ ഒന്നും വേണ്ടാന്ന് നമ്മൾ പറഞ്ഞു. ഓരോരുത്തരുടെ കണ്ണേടി കൊണ്ടാ അന്നെ ഞമ്മക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ പോലും കഴിയാഞ്ഞത്. ആമിന, അന്റെ കൽബും പടക്കുന്നുണ്ടല്ലേ? നമ്മളെ മുഴുവനായിട്ടും എനിക്ക് തന്നിക്കണ്. ഈ എന്താ ചെയ്തോ? പോയപ്പോ കേവി കയറി വന്നിക്കടാ. അതേടാ നിന്റെ കെട്ടിയോനെ ചോദിച്ച് ഇപ്പൊ എന്റെ മോളാക്കാനായിട്ട് നമ്മളെ പോരേന്ന് ഇറങ്ങി പോടി കേവി. എന്താടാ പന്നി വിളിച്ചത്? എന്താടാ എന്താടാ ഇവിടെ ഒരു ബഹളം? മേത്തൊരു കേവി കയറിയിരിക്കണ്. അത് തുണി എവിടെയാടാ? ഓള് വലിച്ചു കയറി നമ്മളെ ചെവി കടിച്ചു പറിച്ച്. ഞമ്മടെ പുരയില് ഞമ്മളോട് ചോദിക്കാണ്ട് ഏത് കേവിയാടാ കയറിയത്? ഞമ്മക്കൊന്നറിയാം. എന്താ നിന്റെ പേര്? കുട്ടിയുമ്മ. നിന്റെ തിത്തയ്യും തകതയോ ഒന്നും ഇരുന്തലക്കാരനോട് വേണ്ട. ഒഴിഞ്ഞു പോ. ഇല്ല, പോല. മര്യാദക്ക് ഇറങ്ങിപ്പോകുന്നോ അതോ അടിച്ചിറക്കണോ? ആ ചൂറിലൊക്കെ പിടിച്ച് വാങ്ങിട്ട് ഓനിക്കിട്ട് 4 കൊടുത്താലുക്കാ. ഓനിക്കല്ല, ഓനെ കൊണ്ട് ഈ പണി ചെയ്യിക്കാൻ നമുക്ക് മൊയ്തുട്ടിക്കാ കൊടുക്കേണ്ടത്. കള്ള ഹിമാറ് ഓനെ തല്ലോ പിന്നെ മുത്തം കൊടുക്കാനാ? ഹലാക്കിന്റെ പണികൾ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോ ആലോചിക്കണാർന്ന്. വായ തുറക്കണ്ട, പിന്നെ നാട്ടുകാരുടെ തല്ലി ഞമ്മക്കാവും. നമ്മൾ പെരുന്നാൾ വരയ്ക്ക് ആ ഹാജിയാർ ഓളെ തൊടാണ്ടിരിക്കാൻ ഒരു ഭൈ പറഞ്ഞു കൊടുത്തതല്ലേ? കത്തറുണ്ടാക്കിയിട്ട് കാര്യങ്ങൾ കുഴപ്പാക്കണ്ട. ഇവിടെ നിൽക്കണ്ട. ഓ, ഇവിടെ നിന്നാ എനിക്ക് പിരാന്താവും. നമ്മുടെയൊക്കെ മയ്യത്തും. ഇങ്ങനെങ്കിലും ഒന്ന് പോയി പറയും. കൊണ്ടുകൊണ്ടോ വേഗം. എന്താ പോയി കൊല്ലി? അനക്കായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ തുലക്കാനാണ് എന്റെ പുറപ്പാടെങ്കിൽ ഇജ്ജ് പോയി കൊല്ലി. ഈ കോപ്രാട്ടികൾ കണ്ടും കേട്ട് നിൽക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ലേ നമ്മൾ വായി മൂടിക്കെട്ടി നിൽക്കണത്. ഈ കൊടുമ കണ്ടിട്ട് നമ്മളെ കൈയും തരിക്കണുണ്ട്. പക്ഷെങ്കിൽ നമ്മളൊന്ന് കൈ നോക്കിയാൽ അതോടെ തീരാൻ പോണത് എന്റെ ആമിനാടെ കൂടെ ജീവിതമാ. പേപ്പട്ടിയെ തല്ലണ പോലെ തല്ലിയിട്ടും മയങ്ങി വീണിട്ടും ഓളെല്ലാം സഹിക്കണത് എന്റെ കൂടെ കൈവിടെന്നുള്ള പൂതി കൊണ്ടാ. അനക്കത് വേണമെങ്കിൽ പോ, തല്ല കൊല്ല എന്താ ചെയ്യും, എന്ത് ഹലാക്കെങ്കിലും ചെയ്യും. ഇങ്ങനെ മൂങ്ങാമാര് കുത്തിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ മൊഹബത്ത് എന്ന് പറഞ്ഞാല് നെല്ലിക്ക മാതിരിയാ. മധുരിക്കണ വരെ കഴിച്ചോണ്ടിരിക്കും. പെരുന്നാള് വരെ സഹിച്ചാ പോരെ. അത് കഴിഞ്ഞാൽ രണ്ടുപേർക്കും കൂടി സുബർക്ക പൂങ്കാവനത്തിൽ കഴിയാല. നാക്ക് തുള്ളേല് പതുക്കിട്ട് പടാക്കി മാറി.
അയ്യോ ഈശ്വരാ. കള്ള ഇബിലീസേ, ഇത്ര നാള് വെള്ളാട്ട പോക്കർന്ന് പറഞ്ഞ് ഈ ബലാല നാട്ടാരെ മുഴുവൻ പറ്റിച്ചിരുന്നാലേ ഒക്കെ ഇവന്റെ കയ്യാങ്കലായിരുന്നു. രാത്രിയിൽ ഈ നിൽക്കുന്ന ആയമ്മന്റെ കൂടെ സേവ കൂടെ നമ്പൂരിശം പോണത് ആരും കാണാണ്ടിരിക്കാൻ പറ്റിച്ച പണിയാ. ഒന്നല്ല മൂന്നാളായി പോക്കര്. ഒന്ന് മറയുമ്പോ മറ്റവൻ വരും, മറ്റവൻ മറയുമ്പോ മൂന്നാമത്തവൻ വരും. അതുകൊണ്ടല്ലേ നാട്ടുകാർ ജിന്നെന്ന് നനച്ചേ. മൊയ്തുട്ടിയാചാര കാര്യസ്ഥൻ സാപ്പുണ്യാരെ വീടരല്ലേ ഈ പെണ്ണ്? അത് തന്നെ എല്ലാത്തിനും ഈ രാത്രി തന്നെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി കാട്ടിക്കൊള്ളണം. ഒരു തല്ലേ കൊല്ലേ എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ. അയ്യോ ചതിക്കില്ലേ ഹാജിയാരെ. ഈയുടെ പഞ്ചാര വാക്കും മന്ത്രവും കണ്ട് പറ്റിപ്പോയൊരബദ്ധം. പുറത്തറിഞ്ഞ തൂങ്ങിച്ചാവും അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾ പറയണ എന്ത് വേണമെങ്കിലും ചെയ്യാം, നാട്ടുകാരെ വിളിച്ചുകൂട്ടി നാട്ടിക്കരുത്. അയ്യോ വള്ളക്കിട്ടോട്ടും 7 ദിവസം ഈ പന്നിന്റെ മോറ് കണ്ട് നമ്മൾ പനിച്ചു കിടന്നേ. ഉപ്പ് തിന്നും വെള്ളം കുടിച്ചു തന്നെ ആവണം. വിളി നാട്ടാരെ. ഒന്നും വേണ്ടാന്ന് നിങ്ങൾ വരി, നമ്മൾ പറയാം എന്താ വേണ്ടതെന്ന്. എന്താ ഈ ഇമാറ് പൊന്നിന്റെ മുട്ടയിടുന്ന താറാവാണ്. ഒറ്റപെട്ടിന് കൊല്ലണത് ബുദ്ധിയല്ല. എന്താണ് മൊയിലേറെ പോലമണ്? ഇപ്പം നമ്മൾ പറയണത് ഇരുന്തലക്കാടൻ തട്ടൂല, ഇരുന്തലക്കാടൻ പറയണത് മൊയ്തുട്ടി അരിയും തട്ടൂല. അപ്പൊ നമുക്ക് വേണ്ടത് ഇവനെ കൊണ്ട് മൊയ്തുട്ടീനോട് പറഞ്ഞ് ചെയ്യിപ്പിക്കണതല്ലേ അതിന്റെ ഒരു ബുദ്ധി. ഇതെന്ത് പറ്റി നമ്പൂരിച്ച? ഒന്ന് വീണു. നിങ്ങളോ? എന്താ എനിക്ക് വീണൂടെ? അല്ല, നിങ്ങളെ പോലെ വലിയൊരാള് അടി തെറ്റിയ ആനയും വീഴും. മൂക്കൂത്തിയിട്ടാണോ വീണത്? മൂക്കുത്തില്ലായിരുന്നു, 2 കടുക്കന് മാലയിട്ടാ വീണത്. അതല്ല, എങ്ങനാ വീണതെന്ന്. ഒരു 7 ഗ്രാം ഇല്ലത്തേക്ക് വരിക കാണിച്ചു തരാം. കാലത്തെ കിന്നാരം കൊണ്ട് ഇറങ്ങിയിരിക്കണു. ഞാൻ ചിലപ്പോ മലന്ന് വീണെന്നിരിക്കും, ചരിഞ്ഞ് വീണെന്നിരിക്കും. തനിക്ക് എന്താണോ ചേതം? ഹാജർ ഇങ്ങോട്ട് വരിക. എന്താ നമ്പൂരിച്ച? ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞെട്ടരുത്. എന്റെ ചില കണക്കൂട്ടലൊക്കെ തെറ്റി. അത്രേ ഉള്ളൂ. നിങ്ങളെ കണക്ക് കേട്ട് തരും, ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. സലീമേ, ആ കണക്കല്ല ഹാജരെ, നിങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള കണക്കാ തെറ്റിയത്. നിങ്ങൾ തെളിച്ചു പറയ്. ഇന്നലെ നിങ്ങളുടെ കബഡി നിരത്തുമ്പോ കൈയൊന്ന് മറച്ചു. വയസ്സായി വരികയല്ലേ, കുറച്ച് കൊയപ്പെടുത്തിട്ട് നല്ലോണം ഒരു പിടുത്തം പിടിച്ചാൽ മതി. സലീമേ, ഇയാള് ഞാൻ പറയണ മുഴുവൻ അങ്ങോട്ട് കേൾക്കുക. ആമിനയുടെ കാര്യം ഞാൻ പറയണേ. ആ ബന്ധം ശരിയാവില്ല. നിങ്ങളതങ്ങ് വേണ്ടാന്ന് വെച്ചേക്ക്. എന്താ അമ്പൂരിച്ച, നിങ്ങളെ തല തിരിഞ്ഞു പോയാ? ആ ഇത്തിരി ഇങ്ങോട്ട് തിരിഞ്ഞു. ഒടുക്കത്തിടിയില്ലായിരുന്നുവോ? ഇടിയാ? അല്ല, വീണപ്പോ തലയിടിച്ച് തിരിഞ്ഞ കാര്യം പറഞ്ഞ. അതല്ല, നിങ്ങൾ എന്താ ഇപ്പൊ വാക്ക് മാറ്റി പറയണത്? കബഡി നിർത്തി കണ്ടതാ ഞാൻ പറഞ്ഞത്. അവളുടെ മേത്ത് കൂടിയിരിക്കുന്ന ബാധ അത്ര വേഗം ഒഴിഞ്ഞു പോവില്ല. അടിച്ചാ തിരിച്ചടിക്കണ ജാതിയാ. അതൊരു പട് കേവിയല്ലേ, അതിനെ കൊണ്ട് തിരിച്ചടിക്കാൻ പറ്റുമോ? കൂടെ വേറെ ആളുണ്ട്. ആരുള്ള മാമയാ? ആരുണ്ടായാലും ഇങ്ങക്ക് എന്താ? നാട്ടിലുള്ള പിശാസിനെയും ഭൂതത്തിനെയും ഒക്കെ പിടിച്ചു കെട്ടണം. നിങ്ങൾക്ക് ഈ പീറ ഉമ്മുമാനെ ഒഴിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂല. നിങ്ങളല്ലേ പറഞ്ഞത് 3ാമത്തെ ബീവിയിൽ ഞമ്മക്കൊരു മോൻ ജനിക്കുന്നു? അത് പറഞ്ഞു. നിങ്ങളല്ലേ ഞമ്മളെ കൊണ്ട് 10,000 ഉറുപ്പ്യ മുടക്കിച്ചിട്ട് മൂത്രം കാട്ടി ഹോമം നടത്തിയത്? പുത്രകാമേഷ്ടി. അതെന്ത് കുന്തെങ്കിലാവട്ടെ, നിങ്ങൾ എന്താ ഇപ്പൊ മാറ്റി പറയണത്? മനുഷ്യരുടെ ജാതകമല്ലേ, മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ സമയം നന്നായിരുന്നു, ഇപ്പൊ മോശ. ഇനി നന്നായാല? എനിക്ക് തോന്നണില്ല. എന്റെ കാര്യം പറഞ്ഞ നിങ്ങൾക്ക് നന്നാവാം. എന്നാൽ അതുവരെ നമ്മൾ കാത്തിരുന്നോളാം. നിങ്ങളെ കൊണ്ട് ഈ ഉമ്മുമ്മാനെ ഒഴിപ്പിക്കാൻ പറ്റൂലെങ്കിൽ അത് പറ, നമ്മൾ പുറത്തുനിന്ന് വേറെ മുന്തിയ ആളെ കൊണ്ടുവന്നോളാം. അത് വേണ്ട, ഞാൻ ഒന്നുകൂടി കബഡി നിരത്തി നോക്കട്ടെ. നിരത്ത് നന്നാവിടെ വരെ നിരത്ത്. വെറുതെ ഇരുന്ന് നമ്മളെ കൽപ്പില് വേണ്ടാത്ത പൂതിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ മൊയ്തെല്ലാം പറയണ. ഞമ്മക്ക് ആമിനാന്റെ കുഞ്ഞിന്റെ ബാപ്പയായ പറ്റൂ. ഭഗവതി, നിങ്ങൾ പറഞ്ഞ ബലാല് കേൾക്കുന്നാണല്ലോ നാട്ടുകാർ പറയണത്. കേൾക്കാണ്ടിരിക്കാൻ പൊട്ടണൊന്നും ഇല്ലല്ലോ. പറഞ്ഞത് അക്ഷരം പ്രതി അയാൾ മുഴുവനും കേട്ടു, അനുസരിച്ചില്ല. അത്ര തന്നെ. ഓൻ എന്താ പറഞ്ഞേ? ഓൻ എന്താ പറഞ്ഞെന്ന്? എന്ന് 5-6 ആട്ടും, പിന്നെ കുറെ പുളിച്ച തെറി. 7 പ്രാവശ്യം കുളിച്ചാലും എന്റെ നാട്ടിൽ തീരില്ല. 700 കുളി കുളിച്ചാലും എന്റെ നാറ്റം മാറാത്ത വേല നമ്മുടെ കയ്യിലുണ്ട്. ആളെ വിളിച്ചു കൂട്ടട്ടെ. എന്നെ എങ്ങ് തെക്കോട്ട് എടുക്കോ ഭഗവതി? എന്റെ കൊടല് നമ്മൾ എടുക്കും. അത് വേണ്ടെങ്കിൽ നമ്മൾ പറയണ പോലെ കേട്ടോളി. കൊമ്പനാനിയാ, ഇളിക്കട്ടെ കുത്തട്ടെ, ഇളിക്കട്ടെ കുത്തട്ടെ. ഞാൻ പറഞ്ഞതുകൾ അനുസരിച്ചില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാ? നാട്ടാരെ വിളിച്ചു കൂട്ടട്ടാ.
ചതിക്കരുത് ഹാജിയാരെ. നിങ്ങളൊരു കാര്യം ചെയ്യുന്ന മുരിച്ച മൊയ്തുട്ടീനോട് ആമിനാന്റെ മേ കൂടിയിക്കണ ഉമ്മൂമാനെ ഒഴിപ്പിക്കാൻ പെരുന്നാളിന് അന്ന് വരെ ദിവസവും ഈ പെരേന്റെ അകത്തൊരു പൂജന്റെ പണി വേണമെന്ന് പറയും. അതുകൊണ്ടെന്താ കാര്യം? തോക്കനുള്ളിൽ കയറി വെടിവെക്കല്ലേ? നിങ്ങൾ നമ്മള് പറഞ്ഞത് കേട്ടാ? കേട്ടു. ഓന് തിരിയുടെ ഭാഷയെ ചോദിക്ക് അച്ഛനായിരിക്കാം. അതേ ദിക്ക. അനുസരിക്കാന്ന് പറയാം. നമുക്ക് അനുസരിക്കോ? അനുസരിക്കാം. ഒറ്റ കൈ പ്രയോഗമാണ്. എന്ന് വെച്ചാല് ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ ഇവളുടെ ഉമ്മൂമ്മ. ഇവളെ കൊണ്ടുപോയി അറക്കകത്ത് കയറ്റി പൂട്ട. കൊണ്ടുപോകൂ. ഞാൻ ഇവിടെ ഈ കളത്തിലിരുന്ന് ചെയ്യുന്ന മന്ത്രതന്ത്രാദികൾ അറക്കകത്തിരിക്കുന്ന ഇവളുടെ ദേഹത്തെ തിത്തയ്യാക്കുട്ടി ഉമ്മൂമ്മയെ പുകച്ച് പുറത്തിയാടിക്കും. കൊണ്ടുപോ. എങ്ങനെ ഇതിന്റെ ഉള്ളില് ഇരുന്തലക്കാരൻ അറിഞ്ഞോണ്ട് തന്നെ ഓനിപ്പോ നമ്മുടെ കൂടെ ഒന്നും തിരിയണില്ല. അന്നെ കൊണ്ട് നമ്മള് പോവാ വേറൊരു ദുനിയയിലേക്ക്. വരുന്ന രാവിലെ ചിന്തിക്കടയിൽ വരണം. എന്താണ് വിശേഷങ്ങള്? പ്രിയപ്പിളാകത്തുണ്ടാ? അറിഞ്ഞില്ലേ വിശേഷങ്ങള്? നിങ്ങളുടെ മോടമേത്ത് ഓടെ ഉമ്മ കൂടിയിരിക്കുന്നു. നേരാണോ അബ്ദു പറയണ? ഈ ചന്തയില് ചിന്ത ഭാങ്ങാൻ എന്ന് പറഞ്ഞു നിന്നോണം. പിന്നില് ഞമ്മളുണ്ടാവും. ലഹള തുടങ്ങുമ്പോ എന്റെ കൈയും പിടിച്ച് ഞമ്മളോടും. എവിടേക്കാ പോവാ? പൂന്താലിപ്പോയ്ക്ക് അപ്പുറത്തെ നാടുണ്ട്, മനുഷ്യന്മാരുണ്ട്. ഈ അബ്ദുവിന്റെ കൈത്തണ്ടയ്ക്ക് പണിയെടുക്കാൻ കഴിയുന്നിടത്തോളം കാലം അന്നെ ഞമ്മളെ കഷ്ടപ്പെടുത്തൂല. അബ്ദു അടുത്തുണ്ടെങ്കിൽ ഒരു കഷ്ടമില്ല. മാമന, ഇജന്റെ കൽവി കയറി കുത്തിയിരുന്ന കാലം തൊട്ട് നമ്മൾ കുറെ പളുങ്ക് കിനാവുകൾ മെനഞ്ഞിരിക്കണം. അതെല്ലാം നേരാവാൻ പോണെന്നറിയുമ്പോ പിന്നെ കുറെ കിനാവ് കാണാൻ തോന്നുന്നു.